അപ്പോൾ ഈ ക്ലെപ്റ്റോമാനിയയുടെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വില കുറഞ്ഞ വസ്തുക്കൾ കാണുമ്പോഴാണ് അത് മോഷ്ടിക്കാൻ തോന്നുന്നത്. കാരണം അത് കാണുമ്പോൾ വല്ലാത്തൊരു സമ്മർദ്ദം ഇങ്ങനെ കൂടി വന്ന് ആ സമ്മർദ്ദം ലഘൂകരിക്കണമെങ്കിൽ ആ സാധനം മോഷ്ടിച്ചാലേ പറ്റും. അപ്പോൾ ഈ ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്ന അവസ്ഥ ചികിത്സ വേണ്ടുന്ന ഒരു മാനസിക രോഗാവസ്ഥ തന്നെയാണ്. പക്ഷേ നിയമപ്രകാരം അത് കുറ്റകൃത്യമാണ് താനും. തലച്ചോറിലെ സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവിൻ്റെ അളവ് കുറയുന്നതാണ് പലപ്പോഴും ഈ വ്യക്തികളിൽ കാണുന്ന പ്രശ്നം. അപ്പോൾ സെറട്ടോണിൻ്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചാൽ ഇതിന് നല്ല രീതിയിലുള്ള മാറ്റം വരും. പക്ഷേ ഇതിനോടൊപ്പം തന്നെ 2-3 കാര്യങ്ങൾ, 2-3 മനഃശാസ്ത്ര പരിശീലനങ്ങളും ഇവർക്ക് അത്യാവശ്യമാണ്. ഒന്ന്, ഈ എടുത്തുചാട്ട സ്വഭാവം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചില പരിശീലനങ്ങളുണ്ട്. ഏകാഗ്രത കൂട്ടാനും മനസ്സ് വർത്തമാനകാലത്തിലേക്ക് നിൽക്കാനും സഹായിക്കുന്ന ചില പരിശീലനങ്ങൾ, അതുപോലെ ബൗദ്ധിക പെരുമാറ്റ ചികിത്സ പോലെയുള്ള ചിന്തകളിലെ വൈകല്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ, അതുപോലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനുള്ള ചില റിലാക്സേഷൻ വ്യായാമങ്ങൾ, പ്രത്യേകിച്ച് ജേക്കബ്സൺസ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്നൊക്കെ പറഞ്ഞ് ശരീരത്തിലെ മൊത്തം ടെൻസാക്കിയിട്ട് പിന്നെ പതിയെ റിലാക്സ് ചെയ്യുന്ന രീതികളൊക്കെ ഇവർക്ക് വളരെയധികം ഗുണം